സ്റ്റാർ സിംഗറിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയതാണ് ശിഖ പ്രഭാകർ. കുട്ടിക്കാലം മുതലേ പാട്ട് പഠിച്ചിരുന്നു. ചേട്ടനെ പഠിപ്പിക്കാനായാണ് മ്യൂസിക് ടീച്ചർ വന്നിരുന്നത്. സൈഡിലിരുന്ന് കേട്ടു പഠിച്ചതാണ് ഞാൻ. ടീച്ചറുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പാട്ടിലും കഴിവുണ്ടെന്ന് അമ്മ തിരിച്ചറിയുന്നത്. ഡാൻസ് ആയിരുന്നു ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചത്. ആനീസ് കിച്ചണിൽ ഫൈസലിനൊപ്പം അതിഥിയായെത്തിയപ്പോഴായിരുന്നു ശിഖ വിശേഷങ്ങൾ പങ്കുവച്ചത്. ചേട്ടന് പാട്ട് ഇഷ്ടമാണെങ്കിലും പഠിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ചേട്ടൻ നിർത്തി. ഞാൻ പഠിച്ചു തുടങ്ങി. ക്ലാസ്സിന് പോവാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ബലമായിട്ടൊക്കെ എന്നെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. ക്ലാസ്സിന് പോയാൽ അത് മേടിച്ചു തരും, ഇത് മേടിച്ചു തരും എന്നൊക്കെ പറയുമായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നിൽ നിന്നും തള്ളിത്തരാൻ ആരെങ്കിലും വേണമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും പറ്റുന്നത് പോലെ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു. സ്റ്റാർ സിംഗറിന് മുന്നേ പരിപാടികളിലേക്ക് പോയിരുന്നു. ചെയ്യേ എന്ന് പറഞ്ഞ് തള്ളാൻ ആള് വേണം. ഇപ്പോൾ ഞാനാണ് പുറകിൽ നിന്നും തള്ളുന്നതെന്നായിരുന്നു ഫൈസൽ പറഞ്ഞത്. ചാലക്കുടിയിൽ ഒരു വർക്കിനിടയിൽ വെച്ചാണ് ഞാൻ ശിഖയെ ആദ്യം കാണുന്നത്. അച്ഛനെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പരസ്യത്തിന് വേണ്ടി പാടാൻ വന്നതാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് സെൽഫിയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എടുത്തു വെച്ചേനെ. അച്ഛനോടായിരുന്നു അന്ന് കൂടുതലും സംസാരിച്ചത്. എന്നാൽ ഇവർ രണ്ടാൾക്കും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മയേ ഇല്ല. എത്ര പറഞ്ഞിട്ടും ഇവർ ഓർത്തിരിക്കുന്നില്ല. നന്നായി പാടുന്നതിനാൽ ശിഖയുടെ ഫാനായിരുന്നു ഞാൻ. മഹാരാജാസിൽ പഠിക്കാനെത്തിയപ്പോഴായിരുന്നു വീണ്ടും കാണുന്നത്. ഇവൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും താല്പര്യമായിരുന്നു. ആദ്യം സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നു. ആ സൗഹൃദമാണ് പിന്നീട് പ്രണയമായത്. ഞങ്ങൾ അങ്ങ് അടുത്തു. ഒരേ വൈബിലുള്ളവരാണെന്ന് മനസ്സിലായി. ഇത് എന്നെന്നും നിലനിർത്തിക്കൂടെ എന്ന ചിന്ത വന്നപ്പോഴാണ് ഫൈസൽ ശിഖയോട് പ്രണയം പറയുന്നത്. ഇങ്ങനെയൊരു സംഭവമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ശിഖയ്ക്കും ആ തോന്നൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അവൾ മനസ്സിൽ വെക്കുകയുള്ളൂ, പറയില്ല എന്നത് ഉറപ്പായിരുന്നു. മതം പ്രശ്നമായിരുന്നു. അച്ഛനും അമ്മയും പറയുന്ന ആളെ വിവാഹം ചെയ്യുക എന്നായിരുന്നു എനിക്ക്. എല്ലാം കൊണ്ടും ഓക്കെയാണെങ്കിൽ വിവാഹം എന്നായിരുന്നു. എന്നെ കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് കുട്ടികളെ പോലെയാണ്. ഫ്രണ്ട്സായിട്ട് അടിച്ചുപൊളിച്ച് നടക്കലൊക്കെയാണ് പണി. അങ്ങനെ വല്ല പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഷോയ്ക്ക് പോവാൻ മടിയാണ്. ഭയങ്കരമായിട്ട് കുസൃതി കാണിക്കാൻ പറ്റുന്ന സ്പേസ് ആണെങ്കിൽ അവിടെ തന്നെ അങ്ങ് നിൽക്കും. മറവിക്കാരിയാണ് ശിഖ. മാളിലൊക്കെ ബാഗ് വെച്ചിട്ട് വരും. വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിനിടയിലായിരിക്കും ഇതേക്കുറിച്ച് പറയുക. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും ഫൈസൽ പറഞ്ഞു തരാറുണ്ടെന്നും ശിഖ വ്യക്തമാക്കിയിരുന്നു.